നമസ്കാരം. നമ്മൾ ഗാർമെന്റ്സ് ബിസിനസ്സിൽ നമുക്ക് റീറ്റെയിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് വേരിയൻസ് വരും. അതായത് സെയിം ഡിസൈനിൽ 10-15 ഐറ്റംസ് വരും. അതായത് ഈ ഒരു പാറ്റേണിൽ തന്നെ ചിലപ്പോൾ ഒരു 10-15 ഐറ്റംസ് വന്നു. എല്ലാത്തിനും XL, XXL, XXL എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സൈസിലായിരിക്കും. മേ ബി ഡിഫറെൻറ്റ് കളർ പാറ്റേണും വരാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രൈസും വരാം. ഇതെല്ലാം കൂടി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? 1 by 1 ആയിട്ട് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹോറിബിൾ ജോബ് അല്ലേ? അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതെങ്ങനെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് റീറ്റെയിൽ ഡാഡി 1.6. നമുക്ക് റീറ്റെയിൽ ഡാഡിയുടെ ഒരു ഗീവ് അവേ നടക്കുന്നുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലക്കി ഡ്രോയിൽ കൂടി ഒരു 1 ടണ്ണിൻ്റെ എയർ കണ്ടീഷൻ സ്പ്ലിറ്റ് AC ഗീവ് അവേ ഉണ്ട്. അത് ഈ 1-ാം തീയതി 5 മണിക്കാണ്. അതായത് ആഗസ്റ്റ് 1-ാം തീയതി 5 മണിക്ക്. അപ്പോൾ ഇത് 3-4 ദിവസമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഇത് റീറ്റെയിൽ ഡാഡിയുടെ ഇൻ്റർഫേസ് ഉണ്ടല്ലോ, ഇതാണ് റീറ്റെയിൽ ഡാഡിയുടെ ഹോം പേജ്. അപ്പോൾ നമുക്ക് നേരെ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യണ ഓപ്ഷനാണ് ഇവിടെ, പ്രൊഡക്റ്റ് ആഡ് സ്മാർട്ട്. അപ്പോൾ ഇവിടെ 1-2 പ്രൊഡക്റ്റുകൾ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ന്യൂ റെക്കോർഡ്. അതിനുശേഷം കിഡ്സ് ഫ്രോക്ക് എന്ന് പറഞ്ഞ് ഞാൻ ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏതൊരു കാറ്റഗറി സെലക്ട് ചെയ്യുന്നു, വീണ്ടും ഒരു സബ് കാറ്റഗറി സെലക്ട് ചെയ്യുന്നു, വുമൻസിൻ്റെ ഇട്ടു. കിഡ്സിൻ്റെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പർച്ചേസ് പ്രൈസ് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പർച്ചേസ് പ്രൈസ് നമ്മൾ ഇടുക, 100 രൂപ. GST ഇട്ടു. എല്ലാം എൻ്റർ ബട്ടണിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കുത്തി കഴിയുമ്പോൾ പീസസ് വന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് മൊത്തം നമുക്ക് ഇത് വന്നിരിക്കണം 15 പീസ്. ഓക്കെ, 15 പീസ്. ബാർകോഡിൽ നമ്മളൊന്നും ചെയ്യേണ്ട. MRP നമുക്ക് ഒരു 500 രൂപ ഇടാം. സെയിൽ പ്രൈസ് നമുക്കൊരു 450 രൂപ ഇടാം. പിന്നെ നമുക്കിതിൻ്റെ സൈസ് ഉണ്ട്. ഇതിൻ്റെ ഒരു സൈസ് ആദ്യം ഇടുക. നമുക്കിപ്പോൾ ഒരു ലാർജ് സൈസ് എന്നിടാം, റെഡ് എന്നിടാം. ഓക്കെ, എൻ്റർ അടിച്ചു. ഇത് സക്സസ്ഫുള്ളി സേവ് ആകുന്ന പ്രോഡക്റ്റ് എല്ലാം നമുക്ക് ഏറ്റവും മുകളിലേക്ക് വരുന്നതാണ്, കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് വരിക ഇവിടെ വേരിയൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? ഈ വേരിയൻ്റ് നമ്മൾ കുത്തുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കിഡ്സ് ഫ്രോക്കിൻ്റെ നമ്മൾ ആദ്യം ആഡ് ചെയ്ത ടോട്ടൽ നമ്പേഴ്സ്. ഞാനിവിടെ ഒരടുത്ത വേരിയൻറ്റിനകത്ത് ആഡ് ചെയ്യാൻ പോവാണ്. ഒരു 5 പീസ് വന്നിരിക്കുന്നത് നമുക്ക് ഇത്തരത്തിൽ 5 പീസ് നമുക്ക് വന്നിരിക്കുന്നത് സെയിം ബാർകോഡ് നമ്പർ വേണമെങ്കിൽ സെയിം ബാർകോഡ് നമ്പർ അടിച്ചു ഇവിടെ, നോ പ്രോബ്ലം. അടുത്ത MRPയിലാണ്. ഫോർ എക്സാമ്പിൾ ഒരു 600 രൂപയാണ് MRP, ഒരു 500 രൂപയാണ് സെയിൽ പ്രൈസ്. ഇതിൻ്റെ സൈസ് വന്നിട്ട് XL ആണ്. XL. അതിന് കളർ വന്നിട്ട് ബ്ലൂ ആണ്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മുമ്പ് ഇവിടെ കിടന്ന് 15 ഇപ്പം ഇവിടെ 5 ഇട്ടുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ ബാലൻസ് ആയി, കണ്ടില്ലേ? നമ്മളിപ്പോൾ അടുത്ത ഒരെണ്ണം എൻ്റർ അടിച്ചിട്ട് അടുത്ത ഒരെണ്ണം ഒരു 3 പീസ് ആടിയുമ്പോൾ ഏറ്റവും മുകളിൽ കുറയും. ഇവിടെ കുറയും, നോക്കിക്കോണേ. ഇവിടെ മൈനസ് ആയിക്കൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊരു 3 പീസ് വന്നിരിക്കുന്നത് കണ്ടില്ലേ, 7 ആയില്ലേ? ഇപ്പോൾ 3 പീസ് വന്നിരിക്കുന്നത് ടോട്ടൽ. ഇത് നമുക്ക് വന്നിട്ട് സെയിം ബാർകോഡ് തന്നെ ഇട്ടു, 1003. MRP വന്നിട്ട് ഒരു 900 രൂപയാണ്. സെയിൽ പ്രൈസ് വന്ന് 700 രൂപയാണ്. അതിൻ്റെ സൈസ് വന്നിട്ട് XXL ആണ്. അതിൻ്റെ കളർ വന്നിട്ട് നമുക്ക് എൻ്റർ അടിച്ചാൽ മതി, യെല്ലോ. എൻ്റർ അടിക്കുക. ഇനി അടുത്ത വേരിയൻ്റ് ഉണ്ടെങ്കിൽ അതും ഇടാം. നമുക്കിപ്പോൾ ഒരു വേരിയൻ്റ് കൂടി ഇടാം, അത് നമ്പർ 2. എങ്കിൽ പറഞ്ഞാൽ 2 പീസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ ഇത് കുറഞ്ഞു കണ്ടോ, 1003. സെയിം ബാർകോഡ് തന്നെ ഇട്ടു. ഇത് 1500 രൂപയാണ്. 1400 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ ഇത് മീഡിയമാണ് സൈസ്, ഓറഞ്ച്. ഇങ്ങനെ നമുക്ക് എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ വേരിയൻ്റ് സെറ്റിൽ കൊടുക്കും. ഇനി അടുത്ത വേരിയൻ്റ് ഉണ്ടെങ്കിൽ ഇട്ടിട്ട് പോകാം, അല്ലെങ്കിൽ നമുക്കിവിടെ സെറ്റിൽ ചെയ്യാം. സക്സസ്ഫുള്ളി സെറ്റിൽഡ്. ഇനി ആഡായതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ഏതെങ്കിലും വേരിയൻറ്റിൽ കുത്തിയാൽ മതി. നമുക്കിവിടെ ആഡായിരിക്കണതിൽ കുത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി പോപ്പപ്പ് വരും. നമുക്കിവിടെ പ്രിൻ്റ് ഓൾ പ്രൊഡക്റ്റ് ബാർകോഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലൊരു വിൻഡോ വരും. അപ്പോൾ ആ കറക്റ്റ് വേരിയൻറ്റിൻ്റെ ആനുപാതികമായിട്ടുള്ള നമ്മളിപ്പോൾ ആഡ് ചെയ്ത ക്വാണ്ടിറ്റി എല്ലാം ഇവിടെ വരും. അപ്പോൾ നമ്മളിവിടെ നമുക്ക് പലതരം ടെംപ്ലേറ്റുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബിൽ ടെംപ്ലേറ്റ്, ബാർകോഡ് ടെംപ്ലേറ്റുകൾ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. അതിൻ്റെ പ്രിവ്യൂ കൊടുത്ത് നോക്കാം, കണ്ടില്ലേ? ഇതുപോലെ വന്നു. അപ്പോൾ ഈ പ്രിവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇവിടെ ഈ ഭാഗങ്ങളിൽ ശ്രദ്ധിച്ചോണം. ഞാൻ ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ പ്രിവ്യൂ വന്നിരിക്കണം. ഇത് സൈസ് ലാർജ്, കളർ റെഡ്, ഇതിൻ്റെ MRP സെയിൽ പ്രൈസ്. ഞാൻ നെക്സ്റ്റ് അടിക്കാം, മാറണമെന്ന് ശ്രദ്ധിച്ചോണേ. നെക്സ്റ്റ് അടിച്ചു. ആദ്യത്തെ 5 സെയിം ആയിരിക്കും, കണ്ടോ? 6ാമത്തേലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മാറി, ബ്ലൂ കളറായി. ഇവിടെ കാണാൻ സാധിക്കും നമുക്ക്.
എക്സൽ ബ്ലൂ, ഇതിൻ്റെ പ്രൈസ് മാറി കണ്ടല്ലേ. ഞാൻ വീണ്ടും നെക്സ്റ്റ് അടിക്കുകയാണ്. അല്ല, ഡബിൾ എക്സൽ വന്നു, 700 രൂപയായ സെയിൽ പ്രൈസ്. അടുത്തത് നമുക്ക് ഒരെണ്ണം മീഡിയം 1400 രൂപയായ സെയിൽ പ്രൈസ് കണ്ടില്ലേ. അങ്ങനെ എല്ലാത്തിനും മാറും. അപ്പോൾ നമുക്ക് ബാർകോഡ് പ്രിൻ്റ് അടിക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമുക്കൊരു ബാർകോഡ് പ്രിൻ്റർ വേണതിന് ആ പ്രിൻ്ററിൽ നമുക്ക് കണക്ട് ചെയ്ത് ഇതുപോലെ പ്രിൻ്റ് അടിക്കാം. ഓക്കെ, അപ്പോൾ മൊത്തം 15 ബാർകോഡ് പുറത്തേക്ക് വരും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ പ്രിൻ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കൊന്ന് എണ്ണി നോക്കാം. ഇത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ആദ്യത്തെ 2 നമുക്ക് മീഡിയം സൈസാണ്. അതിൻ്റെ പ്രൈസ് 1400 അത് കഴിഞ്ഞിട്ട് വന്നത് ഡബിൾ എക്സൽ ആണ്, 1 2 3. ഇത് 3 ഡബിൾ എക്സൽ കണ്ടില്ലേ. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 700 രൂപയാണ്. പിന്നെ അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എക്സലാണ്. എക്സലിൻ്റെ എത്ര വന്നിട്ടുണ്ട്? 1 2 3 4 5 5 എക്സലാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ. അതിൻ്റെ പ്രൈസ് 500 രൂപയാണ്. പിന്നെ അടുത്തത് 5 വന്നിരിക്കുന്നത് 1 ലാർജ്, 1 2 3 4 5 ലാർജ് സൈസാണ് കണ്ടില്ലേ. നമ്മൾ എങ്ങനെയാണോ അവിടെ വേരിയൻ്റ് ആഡ് ചെയ്ത് കൊടുത്തത് അതേപോലെ തന്നെ വരും. ഇതെല്ലാം സ്റ്റിക്കേഴ്സുകളാണ്. ഒന്നുകൊണ്ട് നോക്കിയാൽ ഈ സ്റ്റിക്കേഴ്സുകളെല്ലാം നമുക്ക് ഇതുപോലെ പൊളിച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം സ്റ്റിക്കേഴ്സാണ്. ഇത് ഗം അതിൻ്റെ പുറകിൽ നമ്മൾ നമ്മുടെ ഡ്രസ്സിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഒരുപാട് ബാർകോഡുണ്ട്. ഞാൻ വീഡിയോ എടുത്തെടുത്തെടുത്ത് നിറഞ്ഞു ഇതിനകത്ത് ബാർകോഡുകൾ, ലേബൽസ് കണ്ടില്ലേ. ഇതുപോലെ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം, എവിടെയെങ്കിലും നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ച് വയ്ക്കാം കണ്ടില്ലേ. അതിനുശേഷം നമുക്ക് സെയിൽ ചെയ്യാൻ നേരത്ത് നമ്മളിവിടെ സെയിൽ പാനൽ എടുക്കാനുള്ള കീബോർഡിലുണ്ട്. ഇവിടെ F1 കുത്തിയാൽ മതി. ഈ എൻ്റർ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കർസർ വന്നിട്ട് ബാർകോഡിൽ നിൽക്കും. അതിനുശേഷം ഇവനെ അങ്ങോട്ട് സ്കാൻ ചെയ്തേക്കുക. എവിടെ കണ്ടില്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക് ആ പ്രോഡക്റ്റ് അവിടെ വന്നു കഴിഞ്ഞു. ഇത് നമുക്ക് വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇതുപോലെ സ്കാൻ ചെയ്ത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ 1 2 പ്രോഡക്റ്റ് കൂടി ചുമ്മാ സ്കാൻ ചെയ്യാം കണ്ടില്ലേ. കണ്ടില്ലേ, ആദ്യത്തെ പ്രോഡക്റ്റ് കൂടി ആഡ് ചെയ്യാം നമുക്ക് കണ്ടില്ലേ, 1400. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഏതൊക്കെ പ്രൈസുകൾ വന്നിട്ടുണ്ടെന്നുള്ളത്. 1400 വന്നു, 500 വന്നു, 450 വന്നു കണ്ടില്ലേ. ഇനി നമുക്ക് ഒന്നും ചെയ്യേണ്ട, നേരെ കീബോർഡിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് കണ്ടില്ലേ, ഇവിടെ F4 എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടില്ലേ. ഇവിടെ കുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പ്രിൻ്റ് വരും കണ്ടില്ലേ. അത്ര ഈസിയാന്ന് നോക്കി, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റ് ആവുന്ന നോക്കി കണ്ടില്ലേ. ഏറ്റവും കൂടുതൽ നമ്മുടെ ലോഗോയും മറ്റു കാര്യങ്ങളെല്ലാം ഇടാം കണ്ടില്ലേ. ടോട്ടൽ എല്ലാം വന്നു. അതിന് ഓരോ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളെല്ലാം വന്നു കണ്ടില്ലേ. അതാണ്. അപ്പോൾ നമ്മളിങ്ങനെയാണ് അത് സെയിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ബിൽ ടെംപ്ലേറ്റ് വന്നതിൻ്റെ സ്റ്റൈൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും കൂടെ ഓപ്ഷനുണ്ട്. സ്റ്റൈൽ കണ്ടില്ല, ഇവിടെ ഇഷ്ടംപോലെ സ്റ്റൈലുകളുണ്ട്. ഞാൻ ഈ സ്റ്റൈലൊന്ന് മാറ്റിത്തരാം. അപ്പോൾ അതുകൂടി ജസ്റ്റ് കണ്ടോളൂ. പല പല സ്റ്റൈൽ ഇട്ട് തരാം. സെയിൽ എടുത്തിട്ട് ഗെറ്റ് ഡേറ്റ് എടുത്ത് സെയിം ബില്ല് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റൈലിൽ പ്രിൻ്റ് ചെയ്യാം കണ്ടില്ലേ. ഇത് വേറൊരു സ്റ്റൈല്. ഇനി അതേ ബില്ല് തന്നെ ഞാൻ വേറൊരു സ്റ്റൈലിൽ പ്രിൻ്റ് ചെയ്ത് തരാം. നമ്മൾക്ക് ഡിസൈൻ ഒന്ന് മാറ്റുകയാണ്. അപ്ലൈ, വേറൊരു ഡിസൈൻ ഇടാം. അപ്ലൈ ആൻഡ് ഓക്കെ ആൻഡ് സെയിൽ പോയിട്ട് നമ്മളൊന്ന് പ്രിൻ്റ് ചെയ്യുക കണ്ടില്ലേ. വേറെ സ്റ്റൈല്. എല്ലാത്തിനും ടോട്ടലും മറ്റു കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് സ്റ്റൈൽ വരും. അങ്ങനെ അനവധിയായിട്ടുള്ള ബിൽ ഡിസൈനുകൾ ഇതിനകത്തുണ്ട് ഓൾറെഡി. ഇതിൻ്റെ 3 ഇഞ്ചിൻ്റെ ഒരുപാട് ഡിസൈൻ ഇവിടെ കാണാൻ പറ്റും നമുക്ക് കണ്ടില്ലേ. പല പല സ്റ്റൈലുകൾ നമുക്ക് മാറുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് A5 നമുക്ക് അതുപോലെ തന്നെ A4 A5 എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതെല്ലാം നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും കണ്ടില്ലേ. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, ഇവിടെ ജസ്റ്റ് അപ്ലൈ കൊടുത്തേക്കുക. അതിനുശേഷം നമുക്ക് A4 സൈസ്, വലിയ സൈസ് ഉണ്ടല്ലോ, അത് ഉണ്ട്. ഇതൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി, എന്ത് സ്റ്റൈലിഷാന്ന് നോക്കി. ഇവിടെ മാറണം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. യെസ്, ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് റീറ്റെയിൽ ഡാഡി 1.6. അപ്പോൾ നമുക്ക് ഗാർമെൻറ്റ്സിൻ്റെയൊക്കെ ബിസിനസ്സിനകത്ത് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് റീറ്റെയിൽ ഡാഡി 1.6. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു, ബൈ.